ഹലോ, എല്ലാ ട്വിൻ സോൾസും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണിതെന്ന് തോന്നി. സെക്ഷുവൽ എനർജി ഇൻ TF ജേർണി. സെക്സ് എന്നത് വളരെ ഡിവിനിറ്റി ഉള്ള ഒരു ഇമോഷനാണല്ലേ. പാർട്ട്നേഴ്സിനിടയ്ക്ക് അവരുടെ ലവ് ഹൈ പീക്കിലെത്തിയ ശേഷം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു ഇമോഷനാണിത്. ഇനി നമുക്ക് സോൾ ലെവലിൽ ചിന്തിക്കാം. ഒരു സോൾ അതിൻ്റെ കാർമിക് പാർട്ട്ണറിനൊപ്പമുള്ള സെക്സിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എന്തേലും ഒരു നിരാശ ഉണ്ടായിരിക്കും. ആ സോളിന് അതിൻ്റെ സോൾമേറ്റ് പാർട്ട്ണറിനൊപ്പമുള്ള സെക്സ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി നമുക്ക് ട്വിൻ സോൾസിൻ്റെ കേസിലേക്ക് വരാം. ഒരു ട്വിൻ സോളിൻ്റെ അത് DMO DFO ആയിക്കോട്ടെ, ഒരു ട്വിൻ സോളിൻ്റെ പാർട്ട്ണർ കാർമിക്കോ സോൾമേറ്റോ ആണെങ്കിൽ പോലും അവരോടൊപ്പമുള്ള സെക്സിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല അവർക്ക്. പക്ഷേ ആ ട്വിൻ സോളിൻ്റെ ഹാഫ് പാർട്ടിനോടുള്ള സെക്സിൽ അവർക്ക് അത്യധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് ഹാഫ് പാർട്ടുകളും, അതായത് DMഉം DFഉം തമ്മിൽ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും എപ്പോഴും ഒരു സെക്സ്വൽ പുൾ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് എ മാഗ്നറ്റിക് പുൾ തന്നെയാണ്. DMൻ്റെയും DFൻ്റെയും സെക്സ് ഡിവൈൻ സെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ മീറ്റിംഗ് സ്റ്റേജിൽ രണ്ടുപേർക്കും ഉണ്ടാകുന്ന സെക്ഷൽ പുള്ളിനെ ഇവർ മറച്ചു വെക്കുന്നു. ബബിൾ ഫേസിൽ അവർ അത് പരസ്പരം ഷെയർ ചെയ്യുന്നു. സെപ്പറേഷൻ സ്റ്റേജിൽ ഈ ഒരു ഇമോഷനെ അവർ ഫീൽ ചെയ്യുന്നു. പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നതനുസരിച്ച് രണ്ടാളുടെയും ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ സെക്ഷൽ പുൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ആഫ്റ്റർ സ്പിരിച്വൽ അവേക്കണിങ് DFന് DM ഇല്ലാതെയും DMന് DF ഇല്ലാതെയും പരസ്പരം സെക്സ് ഫീൽ ചെയ്യാനും അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനും സാധിക്കുന്നു. ഓക്കെ, ഇനി സെപ്പറേഷൻ സ്റ്റേജിലാണ് DMഉം DFഉം സെക്ഷൽ എനർജി അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് DFന് DMനോടുണ്ടാകുന്ന സെക്ഷൽ എനർജി DMന് ഫീൽ ചെയ്യാൻ പറ്റും. DM മറ്റേത് കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നാലും ശരി. അതുപോലെ തിരിച്ചും. കാരണം അവർ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ്. ഒരാൾ ചിന്തിക്കുന്നത് തന്നെയാണ് മറ്റേയാളും ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, DFന് DMനോടുണ്ടാകുന്ന സെക്ഷൽ എനർജി DMന് ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് DFൽ നിന്നും വന്ന എനർജിയാണെന്ന് DMന് മനസ്സിലാകില്ല. കാരണം പുള്ളി ഒട്ടും സ്പിരിച്വൽ അല്ല. പക്ഷേ DMന് DFനോടുണ്ടാകുന്ന സെക്ഷൽ എനർജി DFന് പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തൻ്റെ DMൻ്റെ എനർജിയാണെന്ന് മനസ്സിലാക്കാനും പറ്റും. കാരണം DF സ്പിരിച്വൽ ആണ്. ഇനി എപ്പോഴെങ്കിലും ട്വിൻ സോൾസ് തമ്മിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു നീണ്ട സെപ്പറേഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്വിൻ സോൾസ് തമ്മിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ അവർക്കിടയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജി ഷെയറിങ് നടക്കുന്നു. മിക്കവാറും സെക്സിൽ ഏർപ്പെടുന്ന DM ലോ എനർജിയിലായിരിക്കും. DF അതുപോലെ ഹൈ എനർജിയിലും ആയിരിക്കും. DM ലോ എനർജിയിലായിരിക്കുമ്പോൾ മാത്രമേ DFനോട് സെക്ഷൽ കോണ്ടാക്റ്റിനുള്ള ടെൻഡൻസി തോന്നുകയുള്ളൂ. സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് നടക്കുന്ന എനർജി ഷെയറിംഗ് വഴി രണ്ടാളും ഹൈ സാറ്റിസ്ഫാക്ഷനിലാകുന്നു. അതുപോലെ രണ്ടാളും കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു. ഇനി മറ്റൊന്നും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു രണ്ടാളും. ആഫ്റ്റർ സെക്സ് DMൻ്റെയും DFൻ്റെയും എനർജി വൈബ് ഈക്വൽ ആകുന്നു. പക്ഷേ ഈ ടൈമിൽ DFൻ്റെ ഓവർ കെയറിങ്, എക്സൈറ്റ്മെൻറ്റ്, ലവ് ഇതൊക്കെ കാരണം DFൻ്റെ ഉള്ള എനർജിയും കൂടി DMലേക്ക് ഒഴുകുന്നു. അങ്ങനെ DM ഹൈ എനർജി ലെവലിലെത്തുന്നു. ഇപ്പം ഫോണിൻ്റെ ബാറ്ററി ചാർജ് 100% ഒക്കെ ആകില്ലേ, അതുപോലെ DMന് വീണ്ടും റിയാലിറ്റിയിലേക്കുള്ള ബോധം വീഴുന്നു. ആ ഹൈ എനർജിയും കൊണ്ട് DM സ്ഥലം വിടുന്നു. പിന്നെ നോക്കണ്ട, പാവം DF അല്ലേ. ഇങ്ങനെയാണ് ട്വിൻ സോൾസിൻ്റെ സെക്സിന് ശേഷം നീണ്ട സെപ്പറേഷൻ നടക്കുന്നത്. DMന് കിട്ടിയ ആ എനർജി ഉള്ളപ്പോൾ പിന്നെ DM DFനെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. DF വീണ്ടും മെഡിറ്റേഷൻ ആൻഡ് ഇന്നർ വർക്ക് ഒന്നേന്ന് തുടങ്ങണം എനർജി വൈബ് ഹൈ ആക്കാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു DF ഒരിക്കലും തൻ്റെ DMന് തന്നോടുള്ള സെക്ഷൽ ഡിസയർ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലും DFന് പിന്നെയും വലിയ സോൾ ഷോക്കും പെയിനും ഒക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് രണ്ടാളുടെയും സോൾസ് തമ്മിലുള്ള കണക്ഷൻ അല്ലേ, സോൾസിൻ്റെ ഡിസയർ ആണല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, DF DMൻ്റെ സെക്ഷൽ ഡിസയർ റിജക്റ്റ് ചെയ്താലും കുഴപ്പം, സെക്സിൽ ഏർപ്പെട്ടാലും കുഴപ്പം, പിന്നെ DF എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞുതരാം.
ഡി എഫ് താൻ ഉയർത്തിക്കൊണ്ടുവന്ന എനർജി വൈബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിപ്പോൾ ഡി എമ്മിനോട് സെക്സിൽ ഏർപ്പെട്ടാലും ശരി, എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്ത് എനർജി ലീക്കാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് പരിഹാരം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ട്വിൻ സോൾസിൻ്റെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. താങ്ക് യു.